ഒരു ടെക്നിക്കാണ്, പ്രൊജക്ട് മാനേജറിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് LPP മെത്തേഡ്. A project may be having demand for a fixed quantity of an item. അങ്ങനെയുള്ള അവസ്ഥയിൽ അതുപോലെ തിയറിയാണ് വായിച്ചു പോകണം. This item may be available in different quantities from different sources at different prices. ഒരു ഐറ്റത്തിനെ പർച്ചേസ് ചെയ്യുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്കറിയാം, നമ്മുടെ സൈറ്റിലേക്ക് സിമെന്റിന്റെ പല അംബുജ സിമെന്റ് സപ്ലൈയും, അൾട്രാടെക് സിമെന്റ് സപ്ലൈയും, ചെട്ടിനാട് സിമെന്റ് സപ്ലൈയും, ACC സിമെന്റ് സപ്ലൈയും, അതിൽ ഏത് മേടിക്കണം, ഏത് സമയത്ത് ഓർഡർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത് ചെട്ടിനാട് ചിലപ്പോൾ വരുന്നത് മധുരയിൽ നിന്നായിരിക്കും, ACC വരുന്ന ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്നായിരിക്കും. അപ്പൊ അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ പൈസ എത്രയാണ്, അതെല്ലാം വെച്ചിട്ട് എവിടുന്ന് മേടിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ്. ഓക്കെ, transportation problems gives the optimal number of quantities to be ordered from different sources based on the demand, stock, and at the lowest price. Various algorithms followed to solve the transportation problems will optimize the cost of procuring materials. പല അൽഗോരിതംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ അൽഗോരിതംസിൽ ഒരു ടൈപ്പ് ഓഫ് അൽഗോരിതം ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞത്. എമംഗ് വാരിയസ് അൽഗോരിതം ദ സിംപ്ലസ്റ്റ് വൺ ഈസ്, അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു മെത്തേഡാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. അത് മാത്രം നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, ഇത് ഇത്രയൊന്നും പറഞ്ഞ് കോംപ്ലക്സ് ആക്കേണ്ട ആവശ്യമില്ല. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്താണെന്ന് മാത്രമേ ഞാൻ പറയൂ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഈ പ്രൊജക്ട് മാനുവലിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. അത് വലിയ കോംപ്ലക്സ് പ്രോബ്ലം ഒന്നല്ല. വേർ ദ ഒബ്ജക്റ്റീവ് ഈസ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ്, നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറക്കുക. പല ഫ്രം എ നമ്പർ ഓഫ് സോഴ്സസ്. ഞാൻ പറഞ്ഞു ACC എന്ന് പറഞ്ഞ സിമെന്റ് മധുരയിൽ നിന്ന് കിട്ടും, മറ്റേ അൾട്രാടെക് സിമെന്റ് എന്താ പറയേണ്ടത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടും, കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് അംബുജ സിമെന്റ് കിട്ടും. അപ്പോൾ ഡിഫറെന്റ് സോഴ്സസിന് ഡിഫറെന്റ് പ്രൊഡക്ട്സ്, സെയിം പ്രൊഡക്റ്റിന് ഡിഫറെന്റ് കോസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യണം, ഏത് പൈസക്ക്, ഏത് സമയത്ത്, ഇതൊക്കെ നമുക്ക് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് വഴി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോ ഓൺലി എ സിംഗിൾ ടൈപ്പ് ഓഫ് കമ്മോഡിറ്റി ഈസ് ബീങ് ഷിപ്ഡ് ഫ്രം ആൻ ഒറിജിൻ ടു എ ഡെസ്റ്റിനേഷൻ. അതാണ് ഞാൻ സിമെന്റിന്റെ കാര്യം പറഞ്ഞു. സിമെന്റ് എന്നുള്ള സാധനം ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ കണ്ണൂർ പോളിയിലേക്ക് ഈ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുകയാണ്, നമുക്ക് സിമെന്റ് വേണമെന്ന്. അപ്പൊ എവിടുന്ന് മേടിക്കണം? ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ഡിമാൻഡ്. ദ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ദ ഐറ്റം ഫോർ ഓൾ സോഴ്സസ് ടു ഡെസ്റ്റിനേഷൻ സർട്ടൻലി ആൻഡ് പ്രിസൈസ്ലി നോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ അലോക്കേഷൻ ഓഫ് ഡിമാൻഡ് ഈസ് ഡൺ ഫ്രം ദ നോർത്ത് വെസ്റ്റ് കോർണർ ഓഫ് ദ ടേബിൾ ബേസ്ഡ് ഓൺ സപ്ലൈ അവൈലബിലിറ്റി. The values inside the cell indicate the unit cost of item at the source. This is not an accurate optimization but a simple to adopt. ഇത് വായിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. നോർത്ത് വെസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി ചോദ്യം ഇങ്ങനെയാണ്. ഇത് മാത്രം ഇതുവരെ ഇല്ലല്ലോ, നിങ്ങൾ മറക്കാം, പ്രോബ്ലത്തിലേക്ക് വരും. അത് വായിച്ചാലും കൺഫ്യൂഷൻ ആവും. അപ്പൊ എ കമ്പനി ഹാസ് 3 പ്ലാന്റ്സ്. ഒരു കമ്പനി, ഞാൻ പറഞ്ഞു സിമെന്റ് കമ്പനിയാണ് കഴിക്കുന്നത്. അപ്പൊ 3 പ്ലാന്റ് സിമെന്റ് കമ്പനി. ഇപ്പൊ ACCക്ക് കോയമ്പത്തൂർ പ്ലാൻ ഉണ്ട്, ഞാൻ കോയമ്പത്തൂർ പഠിച്ചപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്. ദെൻ ബാംഗ്ലൂർ ഒരു പ്ലാന്റ് ഉണ്ട്, കോയമ്പത്തൂരായി ബാംഗ്ലൂരായി. ദെൻ കൊച്ചിയിൽ ഒരു പ്ലാൻ ഉണ്ട്, ആ P1 P2 P3 വിത്ത് പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് 50 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആണ് P1ന്, 75 യൂണിറ്റ്സ് P2ന്, 25 യൂണിറ്റ് P3. ഏറ്റവും ഹയസ്റ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത് P2നാണ്. റൈറ്റ്? Each day the firm must furnish its 4 retail shop. R1 എന്ന് പറഞ്ഞൊരു റീറ്റെയിൽ ഷോപ്പ് ഉണ്ട്, R2 എന്നുള്ളത്, R4, ഇങ്ങനെ 4 ഷോപ്പുകളുണ്ട്. അപ്പൊ ഇത് പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാവുക, ഈ 4 സ്ഥലത്ത് സപ്ലൈ ചെയ്യണം. ഈ സാധനം, ഈ പ്രൊഡക്റ്റ് ഇവിടെ സപ്ലൈ ചെയ്യണം. അറ്റ്ലീസ്റ്റ് R1ന് 20 യൂണിറ്റ് വേണം, R2ന് 20 യൂണിറ്റ് വേണം, R3ക്ക് 50 യൂണിറ്റ്സ് വേണം, R4ന് 60 യൂണിറ്റ്സ് വേണം. The transportation cost are given. ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ വെസ്റ്റ് കോർണർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ ഇത്രയും പ്രൊഡക്ഷൻ വെച്ചിട്ട് R1നെ R2ന് R3ന് R4ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് വെസ്റ്റ് കോർണർ മെത്തേഡ്, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സംഭവത്തിന്റെ ഗിവൺ ഡാറ്റ ഇതാണ്. ഓക്കെ, ഇതെന്തിനാ നിങ്ങളെ സിലബസിൽ ഈ ഒരു പോർഷൻ ഉൾപ്പെടുത്തിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുട്ടികൾക്ക് വെറുതെ കോംപ്ലക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോബ്ലം ആരോ സിലബസ് സെറ്റ് ചെയ്ത ആൾക്കാർ ഉൾപ്പെടുത്തിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി നോക്കുക. ഈ സംഭവം നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് പറഞ്ഞിട്ടാണ്. അതേ കമ്പനിയുടെ ഞാൻ പറഞ്ഞ 3 പ്രൊഡക്ഷൻ യൂണിറ്റ്സുകളാണ്. P1 P2 P3 എന്ന യൂണിറ്റ് ഉണ്ട്. റീറ്റെയിലർ R1 R2 R3 R4 അങ്ങനെ 4 ഉണ്ട്. അപ്പോ പറഞ്ഞിട്ടുണ്ട് ഇവരെ സപ്ലൈ, ഇവർക്ക് വേണ്ട സപ്ലൈ എത്രയാണ്? P1 എന്ന് പറഞ്ഞത് ഉത്പാദിപ്പിക്കുന്നത് 50 യൂണിറ്റ് ആണ്, P2 ഒരു ദിവസം 75 യൂണിറ്റ് ഉത്പാദിപ്പിക്കുന്നു, P3 ഒരു ദിവസം 25 യൂണിറ്റ് ഉത്പാദിപ്പിക്കുന്നു. R1ന്റെ ഡിമാൻഡ് എത്ര ഒരു ദിവസം? 20 ആണ് R1ന്റെ ഡിമാൻഡ്, R2ന്റെ ഡിമാൻഡ് 20 ആണ്, R3യുടെ ഡിമാൻഡ് 50 ആണ്, R4ന്റെ ഡിമാൻഡ് 60 ആണ്.
ഇനി ഓരോന്നിന്റെയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. P1ലേക്ക് അല്ല R1ലേക്ക് P1 എത്തിക്കണമെങ്കിൽ 3 രൂപ, R2ലേക്ക് P1 എത്തിക്കണമെങ്കിൽ 5 രൂപ, R3ലേക്ക് P1 എത്തിക്കണമെങ്കിൽ 7 രൂപ, R4ലേക്ക് P1 എത്തിക്കണമെങ്കിൽ 6 രൂപ. അതുപോലെ R1ലേക്ക് P2 എത്തിക്കണമെങ്കിൽ 2 രൂപ, R2ലേക്ക് P2 എത്തിക്കണമെങ്കിൽ 5 രൂപ, R3ലേക്ക് P2 എത്തിക്കണമെങ്കിൽ 8 രൂപ, R4ലേക്ക് P2 എന്ന പ്രൊഡക്റ്റ് എത്തിക്കണമെങ്കിൽ 2 രൂപ. ഓക്കെ, ദെൻ R1ലേക്ക് P3 എന്ന സാധനം എത്തിക്കണമെങ്കിൽ 3 രൂപ, R2 എന്ന ഷോപ്പിലേക്ക് P3 എന്ന സാധനം എത്തിക്കണമെങ്കിൽ 6 രൂപ, R3ലേക്ക് P3 എന്ന സാധനം എത്തിക്കണമെങ്കിൽ 9 രൂപ, R4ലേക്ക് P3 എന്ന സാധനം എത്തിക്കണമെങ്കിൽ 2 രൂപ. ഇതാണ് ഗിവൺ ഡാറ്റ. തന്നിട്ടില്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റകളാണ് ഇതൊക്കെ, റൈറ്റ്? അപ്പൊ ഇത് വെസ്റ്റ് കോർണർ മെത്തേഡ് വെച്ചിട്ട് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ഈ തന്ന ടാബുലർ കോളത്തിൽ ഓക്കെ ഈ ഒരു ഭാഗത്തെ ഒരു മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഒക്കെ പ്ലസ് ടുവിൽ പഠിക്കും, സിമ്പിൾ ആണ്. ഇതൊരു മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും, റൈറ്റ്? ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മാത്രം, ഇത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നോർത്ത് വെസ്റ്റ് കോർണർ, നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭൂപടത്തിന്റെ ഏറ്റവും മുകളിലുള്ള സാധനം നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇതിന് നമ്മളൊരു മെട്രിക്സ് ആയിട്ട് കണക്കാക്കിയാൽ ഈ അറ്റത്തിലെ സാധനല്ലേ നോർത്ത് വെസ്റ്റ് എന്ന് കോർണർ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഇതിനെ നമ്മൾ ഇങ്ങനെ കണക്കാക്കിയാൽ നോർത്ത് ഓക്കെ ഈസ്റ്റ് വെസ്റ്റ് സോറി സൗത്ത് വെസ്റ്റ്. ഇനി നോർത്ത് വെസ്റ്റ് കോർണർ ഏതാണ്? ഇതാണ് യഥാർത്ഥത്തിൽ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ ആയിട്ട് കണക്കാക്കണം, റൈറ്റ്? എന്തായിരിക്കണം? നോർത്ത് വെസ്റ്റ് കോർണർ ആയിട്ട് കണക്കാക്കണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ കയ്യിൽ എത്രയാണ് P1ന്റെ ഡിമാൻഡ്? P1ന്റെ ഡിമാൻഡ് എത്രയാ? P1ന്റെ ഡിമാൻഡ് 50 ആണ്. P1 എത്ര വേണം? 50 വേണം. പക്ഷെ R1ന്റെ കയ്യിൽ എത്രയുണ്ട്? R1ന്റെ കയ്യിൽ എത്രയുള്ളത്? 20 ആണ് ഉള്ളത്. R1ന്റെ കയ്യിൽ P1ന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 50 ആണ്. R1ന് എത്രയേ ആവശ്യമുള്ളൂ? 20 ആവശ്യമുള്ളൂ. അപ്പൊ R1ന് നമ്മൾ 20 കൊടുക്കുകയാണ്. R1ന് 20 കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധിക്കുക, P1ന്റെ കപ്പാസിറ്റി 50 ഉണ്ട്, അതിൽ R1ന് ആദ്യം 20 കൊടുക്കണം. അത് എവിടെ കൊടുക്കണം? നോർത്ത് വെസ്റ്റ് കോർണറിൽ കൊടുക്കണം. അപ്പൊ 20 കൊടുത്തു. ഇവിടെ 20 കൊടുത്താൽ P1 ടോട്ടൽ ഒരു ദിവസം എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 50 ആണ്. 50 20 R1ന് കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും? 30. ഇവിടെ മാറ്റി എഴുതാം, ഇവിടെ 30 ബാക്കി ഉണ്ടാവും, റൈറ്റ്? ഇത് ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കുക, R1ന്റെ ഡിമാൻഡ് 20 ആണ്. ഓക്കെ, R1ന്റെ ഡിമാൻഡ് നമ്മൾ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുകയാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നോർത്ത് വെസ്റ്റ് കോർണറിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് പറഞ്ഞത്. ബാക്കി 30 ഇവിടെ. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് അടുത്തത് നമ്മൾ ഈ മെട്രിക്സിനെ വീണ്ടും ചുരുക്കുക. ഈ സൈഡിലോട്ടാണ് അടുത്ത മെട്രിക്സ് പോകുന്നത്. ഈ മെട്രിക്സിന്റെ നോർത്ത് വെസ്റ്റ് കോർണർ ഏതാ? ഇത്. അടുത്ത R2 എന്നുള്ള ഇവിടെ ഡിമാൻഡ് കഴിഞ്ഞു. ഇവിടെ 0 ആക്കിയ എല്ലാം 0 ആക്കുക എന്നുള്ള നമ്മൾ പറഞ്ഞു. ഇവിടെ 0 ആക്കും. ഇനി R2 എന്നുള്ള പറഞ്ഞ സംഭവത്തിന് എത്രയാണ് ഡിമാൻഡ്? R2ന്റെ ഡിമാൻഡ് എത്രയായിരുന്നു? R2ന്റെ ഡിമാൻഡ് 20 ആണ്. ആ R2ന്റെ ഡിമാൻഡ് നമ്മൾ ഇവിടെ തീർക്കാം. അപ്പൊ 20 + 20 P1ന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാ? 50 ആണ്. 50ൽ 20 R1ന് 20 കൊടുത്തു, R2ന് 20 കൊടുത്തു, ബാക്കി എത്രയുണ്ട്? 10. ഓക്കെ, അപ്പൊ R2ന്റെ ഡിമാൻഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു, 0 ആയി. R2ന്റെ ഡിമാൻഡ് എത്രയും? 0 ആയി. ഇനി നമ്മൾ R3 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് R3 എന്ന ഷോപ്പിലേക്ക് സപ്ലൈ ചെയ്യും. ഇതെല്ലാം നിങ്ങൾ ഒരു സെയിൽസ് രീതിയിൽ എടുത്താൽ മതി. R3ലേക്ക് നിങ്ങളുടെ കയ്യിൽ കുറെ സാധനങ്ങളുടെ സപ്ലൈ ചെയ്യാം ഓരോ ഷോപ്പിലേക്ക്. അങ്ങനെ സിമ്പിൾ ആയിട്ട് എടുത്താൽ നമുക്ക് ഇത് കിട്ടും. R3യുടെ ഡിമാൻഡ് പറഞ്ഞാൽ 50 ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ എത്രയുണ്ട് ബാക്കി? P1 എന്ന കപ്പാസിറ്റി P1 എത്രയുള്ളൂ? 10 ഉള്ളൂ. P1ൽ 10 ഉള്ളൂ. 20 + 20 + 10 50 ആയി. അപ്പൊ ഒരു 10 ഇവിടെ കൊടുക്കുക. ഇത് ഏത് കോർണറാ? അടുത്ത മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അടുത്ത മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഏത് കോർണറാണ്? ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ. ദിസ് ഇസ് ദ നോർത്ത് വെസ്റ്റ് കോർണർ, റൈറ്റ്? 10 ഇവിടെ സപ്ലൈ ചെയ്തു. 10 ഇവിടെ സപ്ലൈ ചെയ്താൽ അതിന്റെ ഡിമാൻഡ് കഴിഞ്ഞില്ല. 10 സപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? P1ന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കംപ്ലീറ്റ്ലി കഴിഞ്ഞു. P1ത്തെ പെർ ഡേ പ്രൊഡക്ഷൻ കഴിഞ്ഞു. P1ൽ നെക്സ്റ്റ് ഉടൻ തന്നെ P2 നമുക്ക് ഉപയോഗിച്ചു തുടങ്ങണം. P2 എന്നുള്ള പ്ലാന്റിലേക്ക് നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. P2ലേക്ക് 8 രൂപ നിരക്കിൽ 40 എണ്ണം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. 40 എണ്ണം എടുത്താൽ എന്തായി? 10 + 40 50 ആയി. 50 ആണ് R3യുടെ ഡിമാൻഡ്. അപ്പൊ 50 - 50 0 വരുള്ളൂ.
റൈറ്റ്? ഇവിടെ 0 കിട്ടും. അപ്പൊ R1 സാറ്റിസ്ഫൈ ചെയ്തു, R2 കിട്ടി, R3 കിട്ടി. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. ഇനി വരുന്നത് R4 ആണ്. ഇത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ആണ്. ഇത് ഏതാ കോർണർ? നോർത്ത് വെസ്റ്റ് കോർണറിൽ വേണം നമ്മൾ കൊടുക്കാൻ. ഇവിടുന്ന് കൊടുക്കാൻ പറ്റില്ല. നോർത്ത് വെസ്റ്റ് കോർണറിൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റൂ. അതാണ് ഈ ഒരു നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 40 കൊടുക്കുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായ? 75 സപ്ലൈ ഉണ്ടായത്. 75-ൽ 40 ഇങ്ങോട്ടേക്ക് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 35 ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത മെട്രിക്സ്. ഈ അടുത്ത മെട്രിക്സിൽ R4 ആണ്. R4ന്റെ ഡിമാൻഡ് എത്രയാ? R4ന്റെ ഡിമാൻഡ് എത്രയായിരുന്നു? 60 ആയിരുന്നു R4ന്റെ ഡിമാൻഡ്. 60-ൽ 40 ഇവിടെ കൊടുത്തു. ഈ P2 എന്ന് പറഞ്ഞ പ്ലാന്റിന് ബാക്കിയുള്ള 35 കൂടി ഇവിടെ കൊടുത്തു. P2ന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ്? 75 ആണ്. 75 40 R3 കൊടുത്തു. ഇതിന്റെ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്, ഇതിന്റെ നോർത്ത് വെസ്റ്റ് പറഞ്ഞാൽ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. ഇതാണ് ഏറ്റവും മുകളിലുള്ള സ്ഥലം. മുകളിലുള്ളതിന് കൊടുത്തു. 35 ഇവിടെ കൊടുത്തു. ഇനി ബാക്കി എന്താ ഉള്ളത്? ഒരു 25 ബാക്കിയുണ്ട് അല്ലെ? ഒരു 25 ബാക്കിയുണ്ട് നമ്മുടെ. ആ 25 എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ആ 25 P3 ഇതെത്രയാ? P3യുടെ കപ്പാസിറ്റി എത്രയാ? P3യുടെ കപ്പാസിറ്റി എത്രയാ? 25 ആണ്. P3 കപ്പാസിറ്റി എത്ര? 25. അപ്പൊ ബാക്കിയുള്ള 25 നമ്മൾ ഇവിടെ കൊടുക്കും. 25. അപ്പൊ R4ന്റെ ഡിമാൻഡ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ സപ്ലൈ, കംപ്ലീറ്റ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്തു? പോയി. അതായത് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്ത പ്രൊഡക്ട്സ് മൊത്തം ഈ 4 ഷോപ്പുകളിലേക്കായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വെച്ചിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ഇത് പഠിപ്പിക്കാറില്ല, കുട്ടികൾക്ക് കോംപ്ലക്സ് ആണെന്ന് വെച്ചിട്ട് ഞാൻ പഠിപ്പിക്കാറില്ല, സ്കിപ്പ് ചെയ്യാറാണ് പതിവ് ഈ ഒരു പ്രോബ്ലം. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്ന കുട്ടികൾക്കൊന്നും ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പഠിക്കും. വളരെ സിമ്പിൾ ആണ്. ഒരു മെട്രിക്സ് ഫോം ചെയ്തിട്ട് നോർത്ത് വെസ്റ്റ് കോർണറിലേക്ക് പെർമ്യൂട്ട് ചെയ്ത് വരുന്ന ഒരു ടെക്നിക്കാണ്. അങ്ങനെ സപ്ലൈയും ഡിമാൻഡും 0 ആക്കി മാറ്റാം. അതാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, 3 ഗുണിക്കണം 20 പ്ലസ് 5 ഗുണിക്കണം 20. ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. 20, ഒരു യൂണിറ്റിന് 5 രൂപ. 20 യൂണിറ്റിന് 20 × 5. ഒരു യൂണിറ്റിന് 7 രൂപ. 10, അപ്പൊ 10 യൂണിറ്റിന് 10 × 7. ഒരു യൂണിറ്റിന് 8 രൂപ. 40 യൂണിറ്റിന് 40 × 8. ഒരു യൂണിറ്റിന് 2 രൂപ. 25 യൂണിറ്റിന് 25 × 2. അതുപോലെ ഒരു യൂണിറ്റിന് 2 രൂപ. 35 യൂണിറ്റിന് 35 × 2. ഇതെല്ലാം പ്ലസ് ചെയ്യാം. 20 × 3 പ്ലസ് 20 × 5 പ്ലസ് 10 × 7 പ്ലസ് 40 × 8 പ്ലസ് 35 × 2 പ്ലസ് 25 × 2 പറഞ്ഞാൽ 670 രൂപയാണ് എൻറ്റയർ കോസ്റ്റ്. P1, P2, P3 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 670 രൂപ. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വഴി പെർമ്യൂട്ട് ചെയ്ത ഇനി ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്നാണ്. ഒരു ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റിയിൽ, അത് ഒപ്റ്റിമം ആയിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്യാം. അതാണ് നമ്മളിപ്പോ ചെയ്തത്. ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബൈ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. ജസ്റ്റ് ഒന്നും കൂടെ എല്ലാവരും കൂടെ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം ഒന്നും കൂടെ കണ്ടു നോക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യുന്നു. റൈറ്റ്? നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് മാത്രമേ നിങ്ങളുടെ സിലബസ് പറഞ്ഞില്ല. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇനി ഡെലിവറി ഓഫ് ഗുഡ്സ് ത്രൂ പാർസൽ സർവീസ്. നമുക്കറിയാം, നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ ആമസോൺ അങ്ങനെ പല, ഇപ്പോൾ റെയിൽവേയിലൊക്കെ മെറ്റീരിയൽ ഡെലിവറി, റെയിൽവേയിൽ നിങ്ങൾ മെറ്റീരിയൽ ഡെലിവറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റെയിൽവേയിൽ വലിയ ചരക്ക് ഒരു സംവിധാനം തന്നെയുണ്ട്. അപ്പോൾ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ സ്റ്റോർ ടു ദ സൈറ്റ്, സ്റ്റോർ ടു വർക്ക്ഷോപ്പ് ആൻഡ് വർക്ക്ഷോപ്പ് ടു സൈറ്റ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ പാർസൽ ഡെലിവറി ചെയ്യേണ്ടി വരും. ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ലോറി ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം, അതുപോലെ റെയിൽവേ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം. നോർമലി നമ്മൾ വിത്തിൻ ദ ഇന്ത്യ അല്ലെങ്കിൽ വിത്തിൻ ദ കേരള നമുക്ക് ലോറി ആൻഡ് റെയിൽവേ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ ട്രാൻസ്പോർട്ടിലെ ആദ്യത്തെ ഒരു പദം എന്ന് പറഞ്ഞാൽ കൺസൈനർ ആണ്. ഹു ഈസ് എ കൺസൈനർ? മെറ്റീരിയൽ സെൻഡ് ചെയ്യുന്ന ആളാണ്. ഹു സെൻഡ്സ് ദ മെറ്റീരിയൽ? ഹു സെൻഡ്സ് ദ മെറ്റീരിയൽ ഈസ് ദ കൺസൈനർ. ഓക്കെ, അപ്പോൾ ആരാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്? കൺസൈനർ എന്ന് പറയുന്നത്. ഹാസ് ടു ടേക്ക് ദ ഇന്റൻഡഡ് പാക്കേജ് ടു ദ സ്റ്റേഷൻ മാസ്റ്റർ ഓൺ ദ കൺസേൺഡ് പാർസൽ. ആ സ്റ്റേഷനിൽ കൊടുക്കുക. സ്റ്റേഷനിൽ ഇപ്പം എന്താ പറയുന്നത്, എറണാകുളത്ത് നിന്ന് കണ്ണൂർ പോളിക്ക് ഒരു സാധനം കൊണ്ടുവരണമെന്നായിരിക്കും. അപ്പൊ കൺസൈനർ എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ ഏതെങ്കിലും ഒരു കരാറുകാരനായിരിക്കും. അപ്പൊ എറണാകുളത്തെ കരാറുകാരൻ എന്ത് ചെയ്യും? സ്റ്റേഷൻ മാസ്റ്റർ പോയി കാണും. അപ്പോൾ അയാൾ സ്റ്റേഷൻ മാസ്റ്റർ കയ്യിൽ പറയും, ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് പറയും നിങ്ങളുടെ ചരക്ക്, അയാൾ പറയും 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ ചരക്ക് വേണ്ടിയിട്ട് അതിന്റെ പേപ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ട് മെറ്റീരിയൽ അതിലേക്ക് ലോഡ് ചെയ്യും. അതിലേക്ക് ട്രെയിനിലോട്ട് ലോഡ് ചെയ്യും. അപ്പോൾ ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റേഷൻ മാസ്റ്റർ ഓർ പാർസൽ ക്ലർക്ക് ഇഷ്യൂ എ റെയിൽവേ റെസിപ്റ്റ്. അദ്ദേഹത്തിന് റെയിൽവേ റെസിപ്റ്റ് എറണാകുളത്ത് ഇഷ്യൂ ചെയ്തോളൂ.
പിന്നെ RR എന്നാണ് പറയുന്നത്. ആരാണോ അയക്കുന്നത് അയാൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ എന്ത് ചെയ്യുന്ന വെച്ചാൽ റെയിൽവേ റെസിപ്റ്റ്, നിങ്ങൾ ബൈക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഇതേ പ്രൊസീജിയറാണ്. ബൈക്കൊക്കെ ഒരു സ്റ്റേഷനിൽ വേറെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നവർക്ക് മനസ്സിലാവും. വിച്ച് ഗീവ്സ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആർട്ടിക്കിൾ, സ്റ്റേഷൻ ഓഫ് ബുക്കിംഗ് ആൻഡ് ഡെസ്റ്റിനേഷൻ, നെയിം ഓഫ് ദ കൺസൈനി. പിന്നെ അതിൽ ആരാണ് റിസീവ് ചെയ്യേണ്ടത്? ഇപ്പൊ കണ്ണൂർ പോളിയിൽ അനൂപ് PP ആണ് അത് റിസീവ് ചെയ്യണമെങ്കിൽ എന്റെ പേരടക്കം ആ റെയിൽവേ റെസിപ്റ്റിൽ എൻട്രി ചെയ്യിക്കണം. എല്ലാ വിശദവിവരങ്ങളും അതിന്റെ ഒരു കോപ്പി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആർക്ക് കൊടുക്കുന്നു? 2 കോപ്പി ആർക്ക് കൊടുക്കും? ആ കൺസൈനർ ആരാണോ അയക്കുന്ന അയച്ചു കൊടുക്കും. അയാൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പോസ്റ്റ് ആയിട്ട് എനിക്ക് അയക്കണം. പോസ്റ്റ് ആയിട്ട് അനൂപ് PPക്ക് അയച്ചു തരണം. അതിലൊരു കോപ്പി എടുത്തിട്ട് ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകും. സാർ, എന്റെ സാധനം എറണാകുളത്ത് നിന്ന് അയച്ചതിന്റെ കോപ്പിയാണിത്, എനിക്ക് ഡെലിവറി വേണം. ഇതിന്റെയൊക്കെ പരിഷ്കരിച്ച സംവിധാനം ഇപ്പൊ ആമസോണിലെല്ലാം വന്നിരിക്കും. കയ്യിലെല്ലാം അങ്ങനെ വരച്ചിട്ടെല്ലാം കൊടുത്താൽ മതി, ഒപ്പിട്ടാൽ തന്നെ ഡെലിവറി ചെയ്യും. മനസ്സിലായോ? ഇതൊക്കെ പഴയ സാധനങ്ങളാണ്. ഓക്കെ, എന്നാലും പാർസൽ സർവീസ് ഇപ്പൊ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ റെയിൽവേ പാർസൽ സർവീസിൽ ഈ തരത്തിൽ തന്നെയാണ്. കൺസൈനർ പറഞ്ഞാൽ അയക്കുന്ന ആള്, കൺസൈനി എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആള്. അപ്പൊ RR എന്ന് പറഞ്ഞാൽ റെയിൽവേ റെസിപ്റ്റ് ആണ്. ആ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധനം എനിക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി പാർസൽ സർവീസ് എന്ന് പറഞ്ഞാൽ ലോറിയിലൂടെ ആണെങ്കിൽ LR ആണ് ഇഷ്യൂ ചെയ്യും, ലോറി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. കൺസൈനർക്ക് ലോറി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. കൺസൈനി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആളാണ്. കൺസൈനർ എന്ന് പറഞ്ഞാൽ അത് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുന്ന ആളാണ്. 2 പദങ്ങളുണ്ട്. അപ്പോ ദ കൺസൈനർ അല്ലെങ്കിൽ കൺസൈനി ആർക്ക് വേണമെങ്കിലും പൈസ ഇറക്കാം. ആദ്യം തുടക്കത്തിലവർക്ക് വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പേ ചെയ്യാം. ഇനി മേടിക്കുന്ന ആർക്കും വേണമെങ്കിൽ പേ ചെയ്യാം. റൈറ്റ്. ഫോർ ദ ഡെലിവറി RR ഹാസ് ടു ബി സബ്മിറ്റഡ് ടു ദ സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ളതാണ്. അപ്പൊ ഇൻഡംനിറ്റി ബോണ്ട് എന്ന് പറഞ്ഞിട്ട് സിലബസിൽ പറയുന്നു. വാട്ട് ഈസ് ഇൻഡംനിറ്റി ബോണ്ട്? ഇതൊക്കെ 2 മാർക്സിനൊക്കെ ചോദിച്ചിട്ട് കാണാം. Indemnity bond പറഞ്ഞാൽ in case of RR is either delayed for a long time or lost in transit, the consignee can take delivery of the consignment by executing a bond in a prescribed form, duly stamped, court fees stamped fees ആണ്, and the value of stamp varies from stage to stage, showing the consignee's identity. The bond is given to the consignee is called ഇൻഡംനിറ്റി. ഒന്നുമില്ല, നമുക്കിപ്പോ റെയിൽവേ റെസിപ്റ്റ് ഇപ്പൊ കൺസൈനർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൺസൈനി എനിക്ക് അയച്ചു തരണം, എറണാകുളത്ത് കരാറുകാരൻ എനിക്ക് അയച്ചു തരണം. അത് പല കാരണം കൊണ്ട് ഡിലേ ആവാം. ഓക്കെ, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം, അല്ലെ? അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്നാൽ നമുക്ക് ഡെലിവറി വേണ്ടേ, അത് നമ്മൾക്ക് എടുക്കണ്ടേ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അന്നേരം ഒരു ഇൻഡംനിറ്റി ബോണ്ട് പറഞ്ഞിട്ട് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സമയത്ത് ചിലപ്പോൾ ആ RR നഷ്ടപ്പെട്ടേയിരിക്കാം. അതൊരു കോർട്ട് ഫീസ് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് ഓരോ നാട്ടിലും സ്റ്റാമ്പ് പറഞ്ഞാല് അതത് സർക്കാരിന്റെ വരുമാനമാണ്. ഓക്കെ, ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് അത് കണ്ണൂർ പോയാൽ കിട്ടുമല്ലോ സ്റ്റാമ്പിൽ ഒട്ടിച്ചിട്ട് എന്റെ ഐഡന്റിറ്റി പ്രൂഫും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സാർ ഇത് എന്റെ തന്നെയാണ് എന്നുള്ളത് ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുന്നു, ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കളവുണ്ടെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാവുന്നതാണ് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്താൽ അതിന്റെ പേര് ഇൻഡംനിറ്റി ബോണ്ട്. അത് റെയിൽവേ റെസിപ്റ്റ് ഡിലേ ചെയ്താലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാലോ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് പാർസൽ റിസീവ് ചെയ്യാനും ടെക്നിക്കാണ് ഇൻഡംനിറ്റി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കൈപ്പറ്റാവുന്നത്. ഇനി വാർഫേജ് ചാർജ്, ഇതെല്ലാം സിലബസിലെ ഒരു ടേംസ് ആണ്. ഇറ്റ്സ് എ പെനാൽറ്റി ഇമ്പോസ്ഡ് ബൈ റെയിൽവേ ഫോർ ഡിലേ ഇൻ റിമൂവിംഗ് ഗുഡ്സ് ഫ്രം റെയിൽവേ പ്ലാറ്റ്ഫോം ഓർ ഗോഡൌൺ, കീപ്പിംഗ് ദ റെയിൽവേ സ്പേസ് ഒക്യുപ്പൈഡ് ഫോർ 24 മുതൽ 48 മണിക്കൂർ വരെ ആർ അലൗഡ് ഫ്രം ദ മിഡ് നൈറ്റ് ഓഫ് ദ ഡേ ഓഫ് റെസീറ്റ് ഓഫ് ആർട്ടിക്കിൾ ബൈ ദ റെയിൽവേ അതോറിറ്റീസ് ഫോർ ദ റിമൂവൽ. അതായത് നമ്മളൊരു സാധനം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഗോഡൌണിൽ കൊണ്ടുവച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണത്? ആ റെയിൽവേ സ്പേസിൽ വെക്കുന്ന ഒരു പരിധി ഉണ്ട്. അത് സാധാരണ 24 മണിക്കൂർ ടു 48 മണിക്കൂറാണ് നമുക്ക് എലവ് ചെയ്യുന്നത് റെയിൽവേ. ഓക്കെ, അതിന്റെ ഉള്ളിൽ നമ്മൾ നമ്മളെ സാധനം ഇപ്പൊ കണ്ണൂർ കൊണ്ടുവച്ചിട്ട് വെറുതെ വെച്ചുകൂടാ. നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മളെ ഗോഡൌണിലേക്ക് മാറ്റണം. റെയിൽവേ ഗോഡൌണിൽ വെക്കുന്നതിന് പരിധി ഉണ്ട്, മനസ്സിലായോ? റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ റെയിൽവേ ഗോഡൌണിൽ വെക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. ആ പരിധി വിട്ടാൽ അവർ നമുക്ക് വാർഫേജ് ചാർജ് എന്നിട്ട് ചാർജ് അടിച്ചു തരും. അത് അടച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, അത് നമ്മുടെ വീട്ടിൽ. അത് 24 മണിക്കൂർ 48 മണിക്കൂറാണ് റെയിൽവേ റെസിപ്റ്റ് വന്നതിന് ശേഷമുള്ള ടൈം എന്ന് പറയുന്നത്. അതിനുള്ളിൽ സാധനം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കണം. വീട്ടിലേക്കോ കോളേജിലേക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ റെയിൽവേനെ നിങ്ങൾ ഗുഡ്സ് ഒഴിച്ചു കൊടുക്കണം എന്നില്ല അതിന്റെ. In demurrage charge, it's a penalty imposed by parcel service of the railway for the delay in unloading goods from the wagon beyond the time പറഞ്ഞത് for unloading and vacating the wagon. ഇത് വാഗൺ, അതായത് ശ്രദ്ധിക്കുക, ഇത് എന്ന് പറഞ്ഞാൽ റെയിൽവേ പ്ലാറ്റ്ഫോമിനും അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഗോഡൌണിൽ നമ്മൾ സാധനം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ റെയിൽവേ ചുമത്തുന്ന ചാർജിനെ വാർഫേജ് ചാർജ് എന്ന് പറയും. റൈറ്റ്. ഇനി അടുത്തത് പറഞ്ഞാൽ റെയിൽവേ വാഗണില്ലേ, ആ വാഗണിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവർ ചുമത്തുന്ന ചാർജാണ് ഡെമറേജ് ചാർജ്. ചെറിയ വ്യത്യാസമുള്ളൂ. ഓക്കെ, ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പൊ ഒന്ന് എന്ന് പറഞ്ഞാൽ
റെയിൽവേ പ്ലാറ്റ്ഫോം ഓർ ഗോഡൌൺ. പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ നമ്മളെ സാധനങ്ങളും ചിലതെല്ലാം റെയിലിൽ കൊണ്ടുവന്നിട്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ആടിങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കുന്നതിന്റെ പരിധി 48 മണിക്കൂറിൽ നമ്മൾ കൊണ്ടുപോയിട്ടെങ്കിൽ നമുക്ക് വാർഫേജ് ചാർജ് അവർ ചുമത്തും പ്ലാറ്റ്ഫോമിൽ. ഇത് ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവുക. ഗുഡ്സ് ഗോഡൌണിൽ റെയിൽവേ പ്ലാറ്റ്ഫോം. അത്യാവശ്യം വലിയ സാധനങ്ങളാണ് വണ്ടിയിൽ തന്നെ വന്ന് കിടക്കും. അത് നമ്മൾ തന്നെ എടുത്ത് കൊണ്ടുപോകണം. ഓക്കെ, അങ്ങനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്ക് ഡെമറേജ് ചാർജ് ചുമത്താനുള്ള അധികാരമുണ്ട്. ശ്രദ്ധിക്കുക, ചെറിയ വ്യത്യാസത്തിൽ ഇത് വാഗണാണ്, ഇതെന്താണ് പ്ലാറ്റ്ഫോം ഓർ ഗോഡൌൺ. അതാണ് അതിന്റെ തമ്മിലുള്ള വ്യത്യാസം. രണ്ട് പെനൽറ്റി തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയം, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ഐ ആം റെഡി ടു ക്ലിയർ യുവർ ഡൗട്ട്സ്. റൈറ്റ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.